ഏത് തമിഴ് നടനാണ് ഈ അടുത്ത് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്? കമൽഹാസൻ. കമൽഹാസൻ ശരിയായ ഉത്തരം. ഏത് തമിഴ് നടനാണ് ഈ അടുത്ത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്? വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് TVK, തമിഴക വെട്രി കഴകം. തമിഴക വെട്രി കഴകം. എന്താണ് അവർക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം കിട്ടിയപ്പോൾ? എന്താണ്? വിസിലാണ് വിജയുടെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. വിജയുടെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ അവസാനത്തെ സിനിമ സെൻസർ ബോർഡിന്റെ അനുമതി കിട്ടാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നു. സിനിമയുടെ പേര് ജനനായകൻ. ഓക്കെ, ശരി. 2025 ടെസ്റ്റ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായത് ഏത് രാജ്യം? സൗത്ത് ആഫ്രിക്ക. ഫൈനലിൽ ആരെയാണ് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്നലെയാണ് അണ്ടർ 19 ഏകദിന വേൾഡ് കപ്പ് കഴിഞ്ഞത്. ആര് ചാമ്പ്യന്മാരായി? ഇന്ത്യ. ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി? ഇംഗ്ലണ്ട്. എവിടെ വെച്ചായിരുന്നു മത്സരം? സിംബാബ്വേയിലും നമീബിയയിലുമായിട്ടായിരുന്നു ടൂർണമെന്റ്. ഫൈനൽ നടന്നത് സിംബാബ്വേയിൽ. ശരിയായ ഉത്തരവാണ്. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് യൂട്യൂബും ഇൻസ്റ്റയും മറ്റ് സോഷ്യൽ മീഡിയയൊക്കെ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം? ഓസ്ട്രേലിയ. കഴിഞ്ഞ വർഷം 2025 അന്തരിച്ച വളരെ പ്രശസ്തനായ എഴുത്തുകാരനും ഒപ്പം നമ്മുടെ കേരള ജ്യോതി പുരസ്കാരത്തിന്റെ മൂന്നാമത്തെ ജേതാവുമൊക്കെയായ MK സാനു. അദ്ദേഹത്തിന്റെ ആത്മകഥ കർമ്മഗതിയായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ. ശരിയായ ഉത്തരവാണ്. ഈ അടുത്ത് നമ്മുടെ അയൽ രാജ്യങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ നടക്കുകയാണ്. പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ, നേപ്പാളിൽ. അങ്ങനെ നേപ്പാളിൽ പ്രക്ഷോഭത്തിനൊടുവിൽ അവസാനം അവിടെ ഒരു താൽക്കാലികമായിട്ടൊരു വനിതാ പ്രധാനമന്ത്രിയാണുള്ളത്. എന്താണ് അവരുടെ പേര്? സുശീല കർക്കി. ശരി, ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ഡിജിറ്റൽ ഫുള്ളി ഡിജിറ്റൽ ലിറ്ററസി നേടിയ സംസ്ഥാനം? ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച. അതെ, കേരളമാണ്. ആ കേരളത്തെ അതിലേക്ക് എത്തിച്ച പദ്ധതി ഡിജി കേരള. അതിന് ആ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയ ദിവസം 2025 ഓഗസ്റ്റ് 21. അവസാനം ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ടാബ്ലോയ്ക്ക് 3ാം സ്ഥാനമാണ് കിട്ടിയത്. അതിൽ കൊച്ചി വാട്ടർ മെട്രോയ്ക്കൊപ്പം ഡിജി കേരളത്തിന്റേതായിരുന്നു. ഒരു അമ്മൂമ്മയുടെ പടം കണ്ടല്ലോ. ആ അമ്മൂമ്മയുടെ പേര് പറയാമോ? സരസു വല്യമ്മയുടെ ടാബ്ലോയാണ് ഉണ്ടാക്കിയത്. ഓക്കെ. 2025 നവംബർ 1 കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തി. എന്തായിരുന്നു? അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായത് 2025 നവംബർ 1. ശരി. ഇന്ത്യയിലെ ഒരു അസംബ്ലി ബിൽഡിംഗ്, നിയമസഭാ മന്ദിരം, അത് പരിപൂർണമായിട്ടും സോളാർ എനർജിയിലാണ് റൺ ചെയ്യുന്നത്. ഒട്ടും വേറെ കറണ്ട് വേണ്ട. എവിടത്തെ? ഏത് സ്ഥലത്തെ? ഡൽഹി. ഓക്കെ. 2025 സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയാൽ ആ നോബൽ സമ്മാനം കൊണ്ട് ട്രംപിന് കൊടുക്കുന്നതൊക്കെ കണ്ടു. ആരായിരുന്നു? മരിയ കൊറീന മച്ചാഡോ. ശരിയായ